റമദാനായി കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളത് മാക്സിമം അങ്ങോട്ട് മുതലാക്കും അല്ലേ? ഒഴിവാക്കേണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കി പകരം പുതിയ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സമയമാണ് നമ്മുടെ റമദാൻ സമയം. അപ്പോൾ നമുക്കിവിടെ ഒഴിവാക്കാനൊന്നുമില്ല, എന്നാൽ വാങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മളുടെ ജ്യൂസ് ഗ്ലാസ് ആണ്. ഇവിടെ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ജ്യൂസ് ഗ്ലാസ് എന്ന് പറഞ്ഞാലും അത് ഒരു പ്രോപ്പർ ഒരു ജ്യൂസ് ഗ്ലാസ് ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ചായയും കുടിക്കാം ജ്യൂസും കുടിക്കാം അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗ്ലാസ്സുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ജ്യൂസ് ഗ്ലാസ് ആയിട്ട് തന്നെ ഇതാ വാങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ താഴ്ഭാഗം ഉണ്ടോ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാണ് കണ്ട, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒരു പാക്കറ്റിൽ 2 ആട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 പാക്കറ്റ് വാങ്ങി. ഞങ്ങളിവിടെ 4 ആളായതുകൊണ്ട് 4 ഗ്ലാസ്. ഇതിപ്പോൾ ഞാൻ ഖത്തറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ തപ്പിയിട്ട് ഇതേമാതിരിത്തതിൻ്റെ ലിങ്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, രണ്ടാമത്തതും സെയിം തന്നെ. പക്ഷേ ഇതിൽ കളറ് വേറെ പിങ്ക് ബ്ലൂ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇത് പ്ലെയിനാട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. ഇനി രണ്ടാമത്തെ ഐറ്റം ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. ഇതെനിക്ക് ആദ്യത്തിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം. ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ദോഹ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. അവിടെ നല്ല അഫോർഡബിളായിട്ട് ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. നമ്മളുടെ നാട്ടിൽ നിന്നാണ് ഇത് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10,000 രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നത് കേട്ടോ. ഒരു കണ്ട കപ്പൻ സോസറാണത്. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഒരു എസ്തെറ്റിക് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇങ്ങനത്തെ മോഡലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ആഗ്രഹം വരാനുള്ളൊരു സാധ്യത ഉണ്ട്, കാരണം അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് സോറി, എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ ബഹൂറൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സംഭവം. ഞാനും ഹസ്ബൻഡും കുറേ നാളായിട്ട് തപ്പി നടക്കാണ് നല്ലൊരു ബഹൂർ കത്തിക്കുന്ന ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. റേറ്റും ഇഷ്ടപ്പെടണം, ഭംഗിയും ഇഷ്ടപ്പെടണം. ഇത് രണ്ടും ബാലൻസ് ആവാത്തതുകൊണ്ട് ഇങ്ങനെ വാങ്ങാണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നോമ്പാവുമ്പോൾ എന്തായാലും വാങ്ങിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പോയി വാങ്ങിയതാണ്. സംഭവം എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി അടുത്തത് ഇതാ ബഹൂർ കത്തിക്കാനുള്ള ഒരു സംഭവം, ഒരു ലൈറ്ററാണിത്. ഇത് ബഹൂർ കത്തിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ കാണില്ലേ, അപ്പോൾ അതിലൊക്കെ ഈ മാഷ്മെല്ലോ ഒക്കെ ഇങ്ങനെ ഒരു എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ആക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. അതാണ് ഇത്. ഇതെന്തോ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന എന്തോ സംഭവമാണ്, ചാർജ് ചെയ്യുന്ന സംഭവമല്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതെന്തായാലും കൊള്ളാം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഒരു അറബിക് വൈബ് പിടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ഇഫ്താർ ടൈമിലൊക്കെ ഈത്തപ്പഴവും കാരക്കൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പ്ലേറ്റ്, സൈഡ് പ്ലേറ്റ്. ഇതും എനിക്ക് ഈ ഒരു ഗോൾഡൻ കളർ കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് 4 റിയാലാണ് വരുന്നത്. അതിനുള്ളൊരു ക്വാളിറ്റി ഇല്ല, കാരണം വീട്ടിലെത്തിയപ്പോഴേക്കും ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഞെളങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വാങ്ങിച്ചു പോയില്ലേ, അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഓൺലൈനായിരുന്നെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതിന് പറ്റില്ലല്ലോ. അങ്ങനെ അപ്പം ഇനി അടുത്ത ഐറ്റം, ഇത് ഒരു നമ്മുടെ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ വേറൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇതൊരു ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അതായത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ പറ്റുന്ന ഒരു ജഗ്ഗാണ് ഈ കാണുന്നത്. സംഭവം എന്താണ്, അടിപൊളിയല്ലേ? എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പണ്ട് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം, ടീ പോട്ട് ഓർമ്മ ഉണ്ടായിരിക്കും. അതെനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ, കാരണം ഞാൻ സ്ഥിരമായിട്ടും ചായ അതിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷേ ഇതിലങ്ങനെ ചായ ഒന്നും വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
സംഭവം നമ്മൾ ഇഫ്താർ ടൈമിൽ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്. പക്ഷേ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഇത് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട് എങ്ങാനും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം നമുക്ക്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇക്ക കാണാതെ എൻ്റെ ട്രോളിയിലെടുത്തിട്ടതാണ്. വാങ്ങി തരികയെന്ന് വെച്ചാൽ തന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇക്ക വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പറയുക, ഭയങ്കര സന്തോഷം. കാരണം എപ്പോഴും ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും. ഒരു 100 എണ്ണം ചോദിച്ചാൽ ഒരു 5 എണ്ണം എടുത്തോളാൻ പറയും. അങ്ങനെയാണ്. പക്ഷേ ഇത് ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളും എന്നോട് എടുത്തോളാൻ പറഞ്ഞു. നോമ്പായതുകൊണ്ടായിരിക്കും, അൽഹംദുലില്ലാ. അപ്പോൾ അതിലൊന്നാണ് ഇതാ ഈ സംഭവം. അതൊരു ടീപ്പോട്ടാണ്. നമുക്ക് ചായയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇതൊക്കെ വാങ്ങി വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് പനി പിടിച്ചു. പിന്നെ ഇതൊന്നും നോക്കാനുള്ള ആവത് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ നോമ്പ് കഴിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഈ അടഞ്ഞ മൂക്കം വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇതിനൊക്കെ വെറും 15 റിയാലൊക്കെ വരണുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും ഇതിന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി അടുത്തത്, ഞാൻ ഈ വാങ്ങിയ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതാ ഈ ഒരു സംഭവം കേട്ടോ. ഇത് നമ്മളുടെ നെസ്താഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡില്ലേ, അത്യാവശ്യം ഫെമിലിയറാണ് നാട്ടിലെ. അതിലൊക്കെ കാണുന്ന കൂട്ട് ഒരു സംഭവം. ഇത്രയും ഭംഗിയുള്ളൊരു പാത്രം എൻ്റെ നാട്ടിലെ കിച്ചണിൽ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിടാ. അതൊക്കെ എന്തൊരു ക്യൂട്ടാണെന്നറിയോ. ഈ കുഞ്ഞിപ്പാത്രം അല്ല കേട്ടോ സംഭവം. ഇതിൻ്റെ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ വലുതുണ്ട്, അതിൻ്റെ വലുതുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത് വെക്കാനുള്ള സംഭവം കൂടെ ഉണ്ട്. അപ്പം ഞാനിത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് ഒരു വുഡൻ ട്രേ ആണ്. ഇത് നമുക്ക് നമ്മുടെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവമല്ല, പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല ഉപകാരപ്പെടും. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ വറുത്ത് പിരിച്ച ഐറ്റംസൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും. ആ ലുക്കിന് വേണ്ടി മാത്രം വാങ്ങിയിട്ടുള്ള ഒരു ട്രേ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും നമുക്ക് ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഇഫ്താർ ടൈമിലെ ഐറ്റംസൊക്കെ കാണിക്കുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ട്രേ. എനിക്കിത് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പല സൈസുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ റമളാൻ പ്രമാണിച്ച് ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങൾ കാണാമെന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, വാപ്പയോ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ ഖത്തറിലുണ്ടെങ്കിൽ അവരോട് ദോഹ സെൻറ്ററിലേക്ക് ഒന്ന് പോയാൽ മതി എന്ന് പറയൂ. ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഐറ്റംസ് അവിടെ കിട്ടാനുണ്ട്. അതും അത്യാവശ്യം റീസണബിൾ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം. താങ്ക് യു, ബൈ.